അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൻ്റെ പേര് തന്നെ ടിഷ്യൂ പേപ്പർ എന്നാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിലാണ്. ഇതെനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നേരിട്ട് ഞാൻ പറയാണ്, വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. കുറച്ച് കുഞ്ഞു കുഞ്ഞു കഥകളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കഥ എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ലേ, ഈ ടിഷ്യൂ ടോയ്ലറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ടിഷ്യൂവിനാണ് ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത്. അവൻ ഇത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് മുഖമൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ചോദിച്ചു, എടാ നീ എന്താ ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതുകൊണ്ട് എന്താ കുഴപ്പം, ടിഷ്യൂ സൈഡിലല്ലേ ഇരിക്കുന്നത്, ഇത് വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മച്ചാന് ഇത് ടിഷ്യൂ സൈഡിലേ ഇരിക്കുന്നത്, പക്ഷേ ചില ആൾക്കാർ അവിടെ നിന്ന് മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ അത്രയും വാട്ടർ പുറത്തേക്ക് തെറിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെയും ഈ ടിഷ്യൂവിൽ പതിയും. ഈ ടിഷ്യൂ ആണ് നീ എടുത്ത് മുഖത്ത് തുടങ്ങുന്നത്. അത് പറഞ്ഞതും അവനെ കാര്യം പിടികിട്ടി. കാരണം അവൻ്റെ മുഖത്തേക്ക് അവിടെ ഇവിടെയും കുറേ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവനിത് ഉപയോഗിക്കൽ നിർത്തി. പിന്നെ അവൻ്റെ പ്രശ്നങ്ങളും മാറി. അപ്പോൾ ഇത് ടോയ്ലറ്റ് ടിഷ്യൂ ആണ്. ഇത് മാത്രമേ ടോയ്ലറ്റ് ടിഷ്യൂവിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ വേറൊരു കഥ പറയാം. കൊറോണ സമയത്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ കിട്ടാത്തൊരവസ്ഥ ജർമ്മനിയിലുണ്ടായിരുന്നു. ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ കിട്ടാത്തൊരവസ്ഥ. ആ ഒരു സമയത്ത് ടിഷ്യൂ പേപ്പറിൻ്റെ പൈസയുടെ ലാഭം നോക്കിയും, കാരണം അന്ന് കുറച്ച് പൈസയ്ക്കും കൂടി, 5 യൂറോയ്ക്ക് ഒരു പാക്കറ്റ് ടിഷ്യൂ കിട്ടാനായിട്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ പൈസ ലാഭിക്കാനും മലയാളികളല്ല, ഇന്ത്യയിലേക്ക് ഉടായ്പ ഐഡിയകൾ കണ്ടുപിടിച്ച് വരും. അപ്പോൾ ഈ കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് ഒരു ചങ്ങാതി വരച്ചു തുടങ്ങി ടോയ്ലറ്റ് ടിഷ്യൂവിന് പകരമായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം അത് വളരെ എന്താ പറയുക, ട്രാജഡി ആയിരുന്നു. ഒന്നാമത് ഈ ടിഷ്യൂ പേപ്പർ ഡിസോൾവ് ആവില്ല, വാട്ടറിൽ ഡിസോൾവ് ആവില്ല. ഇത് ആ ഒരു പൈപ്പേജിന് ബ്ലോക്കേജ് ഉണ്ടാകും. എന്തായാലും ഇത് ബ്ലോക്ക് ഉണ്ടാകും. അതുമാത്രമല്ല, ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ ഇത് കിച്ചൺ ടിഷ്യൂ ആണ്. ഈ നീളത്തിലുള്ള ടിഷ്യൂ ആണ് കിച്ചൺ ടിഷ്യൂ. ഈ ടിഷ്യൂ നമ്മൾ അനാവശ്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്കിന്നൊക്കെയും നന്നായിട്ട് ഡാമേജ് ആവും. അപ്പോൾ അത് ഒരു ചെറിയൊരു കഥ. ഇനി മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് ഇതാണ് കോസ്മെറ്റിക് ടിഷ്യൂ. ഈ കോസ്മെറ്റിക് ടിഷ്യൂ നമ്മുടെ മുഖയ്ക്ക് നന്നായിട്ട് വേർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി പോകണം കാണാം. അതാണ് ഈ കോസ്മെറ്റിക് ടിഷ്യൂ. അപ്പോൾ ഇത് വെച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ അധികം തുടയ്ക്കുമ്പോൾ ഇത് വെച്ച് തുടച്ചോടൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഈ മൂന്നാമത്തെ അനുഭവം എനിക്കുണ്ടായതാണ്. ഞാൻ നന്നായിട്ടങ്ങ് മൂക്ക് തുമ്മിയൊരു സമയം എന്ന് വെച്ചാൽ നല്ല നീരിപ്പിച്ചുള്ള സമയമായിരുന്നു. നന്നായിട്ട് ഞാനിങ്ങനെ സ്നീസ് ചെയ്തൊരു സമയത്ത് ഈ ടിഷ്യൂവിൻ്റെ നടുഭാഗം ഇതിങ്ങനെ പൊട്ടി ഞാൻ തുമ്മിയ ആ ഒരു പാർട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ അത് കണ്ടിട്ടാണ് ഒരു ജർമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞ, സോബിനെ നീ മൂക്ക് ചീറ്റുമ്പോൾ നീ ഇവിടെ അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ടിഷ്യൂ ഉണ്ട്, നീ ഇങ്ങനെ ചെറിയ പാക്കറ്റ് ഇങ്ങനെ കട്ടിയുള്ളൊരു ടിഷ്യൂ കിട്ടും, അത് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ നീ എത്ര ശക്തിയിൽ ചെയ്താലും അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ടിഷ്യൂ ആണ് കാണിച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ ഒരു ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള 4 സാധനങ്ങൾ മസ്റ്റാണ്. ടോയ്ലറ്റ് ടിഷ്യൂ, കോസ്മെറ്റിക് ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ പേപ്പറിലാണ് ജീവിതം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ ബൈ.